weight, baby! Go! Yeah. All right. Hi guys, welcome back to my channel. I know I'm not consistent, but I'll try to be consistent. So another topic as a beginner lifter, what you can do in the gym to get effective gains. നിങ്ങൾക്കൊരു ബിഗിനർ എന്നുള്ള ലെവലിൽ ജിമ്മിൽ എങ്ങനെ നിങ്ങളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു സേ, ഒരിക്കലും ഒരാളായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പാടില്ല. അവനെ നോക്കിയിട്ട് അയ്യോ അവൻ എന്നെക്കാട്ടും മസിൽ ഉണ്ടല്ലോ, സോ ഞാൻ എന്താണ് അടുത്ത ഡൈനബോൾ എടുക്കണോ, സ്റ്റെറോയിഡ്സ് എടുക്കണോ, സ്റ്റെനസോളോൾ എടുക്കണോ, ടെസ്റ്റോസ്റ്ററോൺ എടുക്കണോ? നോ. ഫുഡ്, നാച്ചുറൽ സപ്ലിമെൻറ്റ്സ്, അത് മാത്രം മതി. ആസ് എ ബിഗിനർ ലിഫ്റ്റർ അത് മാത്രം എടുത്താൽ മതി. വെറുതെ ട്രെയിനർമാർ വരും, മോനെ സാധനം കിട്ടാണ്ട് നീ ആയതുകൊണ്ട് 1500 രൂപയ്ക്ക് തരാം, ഇത് 500 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമായിരിക്കും, അത് നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് തന്നിട്ട് നിങ്ങളെ ശരീരം മോശമാക്കാം. ഓക്കെ, ഈ ഡൈനബോൾ എടുത്തോ, ഇതെടുത്താൽ നീ തടിച്ച് അടിപൊളിയാവും. ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി, ഡൈനബോൾ എടുത്താൽ എന്തൊക്കെ ദോഷങ്ങൾ വരും. പല ബോഡി ബിൽഡേഴ്സ് ഒഴിവാക്കിയ കോമ്പൗണ്ടാണ് ഈ ഡൈനബോൾ. എനിക്ക് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ലക്ഷ്മൺ ഈ ഡൈനബോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ സൈസ് കയറുന്നുണ്ട്. ഒരു കാര്യമില്ല, വാട്ടർ വെയിറ്റ് ആണ് മോസ്റ്റ്ലി കയറുക. മസിൽ മാസ് വൈസ് റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കുറവാണ് ഡൈനബോൾ. സോ ഓരോ ട്രെയിനേഴ്സ് വരും, അവർ ഐറ്റംസ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾവേസ് പർച്ചേസ് നാച്ചുറൽ ഒത്തൻറ്റിക് സപ്ലിമെൻറ്റ്സ്. ഓക്കെ, അതെടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. ആൻഡ് ഡോണ്ട് ഗോ ഇൻ ദ പാത്ത് ഓഫ് ദിസ് ഡൈനബോൾ ആൻഡ് ഓറൽ ടാബ്ലറ്റ്സ് ഓർ ഇഞ്ചെക്ഷൻസ്. ഓക്കെ, ഒരിക്കലും ഒരു ബിഗിനർ അത് തൊടാൻ പാടില്ല. ഫസ്റ്റ് തിങ്, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കമ്പാരിസൺ നടത്തരുത്. നിങ്ങളെ നോക്കുക, മിററിൽ നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നോക്കുക, അത് മാത്രം ചെയ്താൽ മതി. പിന്നെ വർക്കൗട്ടിൽ ഒരിക്കലും ബാക്കിയുള്ളവർ കാണാൻ വേണ്ടിയിട്ട്, ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡിസ്ക് ഇട്ടിട്ട് മണ്ടത്തരം കാണിച്ച് ഇഞ്ചറി പറ്റിക്കരുത്. ഓക്കെ, ഓൾവേസ് ഫോക്കസ് ഓൺ ഫോം. മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങളെ ഗോൾ, അല്ലാതെ വെയിറ്റ് എടുത്തിട്ട് ബാക്കിയുള്ളവരെ സർട്ടിഫിക്കറ്റ് ഒപ്പം വാങ്ങലല്ല. ഓക്കെ, നിങ്ങൾ മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ടോ നോക്കുക. ബെഞ്ച് പ്രസ് അടിക്കുകയാണെങ്കിൽ ഫുൾ ഇവിടെ വരെ ബാറ് തട്ടിച്ചിട്ട് മെല്ലെ മുന്നോട്ട് പുഷ് ചെയ്യുക. ഓൾവേസ് കൺട്രോൾ യുവർ റെപ്സ്. അതായത് ബാക്കിയുള്ളവരെ കാണിക്കാൻ, അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട്, ഞാൻ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് കൂടുതലിടാന്ന് പറയുന്നത് ബുദ്ധിയില്ലായ്മയാണ്. ഓക്കെ, വർക്ക് ഓൺ യുവർ സെൽഫ്. ഡോണ്ട് ട്രൈ ടു ഇംപ്രസ് അതേഴ്സ് ഇൻ ദി ജിം. ഓക്കെ, എപ്പോഴും പിന്നെ വർക്കൗട്ട് ടൈം എടുത്ത് ചെയ്യുക. 1 മണിക്കൂർ 1.25 മണിക്കൂറിൽ തീർത്താൽ മതി. പെട്ടെന്ന് പണി ചെയ്യാം. ഒരു കല്യാണ പരിപാടി ഉണ്ട്, വേഗം വർക്കൗട്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഇത് ഒരു പണി തീർത്ത് പോകുന്ന മാതിരി ചെയ്താൽ പരിപാടി നടക്കില്ല. ടൈം എടുത്ത്, മൈൻഡ് എടുത്ത്, ഫോക്കസ് ചെയ്ത് ഓരോ വർക്കൗട്ടിനും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ ന്യൂട്രീഷൻ്റെ കാര്യം, ആസ് എ ബിഗിനർ ഞാൻ ഒരു കൊല്ലം ഉണ്ടാക്കുന്ന മസിലിനെക്കാട്ടും കൂടുതൽ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന് ന്യൂ ബി ഗെയിംസ് എന്നാണ് പറയുക. സോ പുതിയ ആൾക്കാർക്ക് മസിൽ ബിൽഡിംഗ് വേഗം വരും. സോ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണ ഐറ്റംസ് ആയാലും ന്യൂട്രീഷ്യസ് ഫുഡ്, പ്രോട്ടീൻ, എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ട്, അത്യാവശ്യം പൈസ കയ്യിലുണ്ടെങ്കിൽ നല്ല ഫുഡ് ഓപ്ഷൻസ് എടുക്കുക, കഴിക്കുക, ജിമ്മിൽ വരിക. ഡെയിലി ബേസിസിൽ നിങ്ങൾ മെൻ്റലി ഫിസിക്കലി ഇമ്പ്രൂവ് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്, നിങ്ങളാണ് ഇവിടെ കോമ്പറ്റീഷൻ. അല്ലാതെ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്ത് എനിക്ക് അവനെമാരിയാണോ അല്ല, നിങ്ങളെ ബെറ്റർ വേർഷനാണ് ആവേണ്ടത്. സോ ഒരു ജിമ്മിൽ ചെന്നാൽ അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എൻ്റെ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കും. ഞാൻ പല ബിഗിനർ ലിഫ്റ്റേഴ്സിലും കാണുന്ന ഒരു ഇഷ്യൂ ആണ്, ജിമ്മിൽ വന്നാൽ കോൺഫിഡൻ്റ് അല്ല, ഒരു മൂലയിൽ പോയി വർക്കൗട്ട് ചെയ്യുക, ബാക്കിയുള്ളവരെ മുന്നിൽ വരാൻ പേടി, ഞാൻ തടിച്ചിട്ടാണ്, അപ്പോൾ അവരെന്താ വിചാരിക്കുക, ഞാൻ മെലിഞ്ഞിട്ടാണ്, അവർ നല്ല മസിൽ ആൾക്കാരുടെ അടുത്ത് പോയാൽ ഒന്നും വിചാരിക്കില്ല. എല്ലാവരും, ഞാനായാലും മെലിഞ്ഞിട്ടാണ് തുടങ്ങി, ഞാൻ തടിച്ച ഫേസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഒന്നാണ് തുടങ്ങുന്നത്. ആരും കുറച്ച് മസിലുള്ളത് കൊണ്ട് വലിയ ആളാവുന്നില്ല, മേല് കുറച്ച് ഇറച്ചി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച് നടക്കുന്നത് മണ്ടന്മാരാണ്. സോ എല്ലാവരും മനുഷ്യന്മാരാണ്. സോ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് വന്നത്, ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനാണ് ജിമ്മിൽ പോകുന്നത്. എല്ലാവരും അവിടെ ഇമ്പ്രൂവ്മെൻറ്റിനാണ് ജിമ്മിൽ വരുന്നത്. സോ നിങ്ങളെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കിയാൽ മതി. ഒരിക്കലും ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ കോൺഫിഡൻസ് ഇല്ലാതെ ജിമ്മിൽ പോകാൻ പാടില്ല. ഓക്കെ, കോൺഫിഡൻസ് ഇല്ലാതെ പോയാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഒരിക്കലും സംഭവിക്കില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് ഫോമിൽ ഫോക്കസ് ചെയ്യുക, ന്യൂട്രീഷനിൽ ഫോക്കസ് ചെയ്യുക, കോൺഫിഡൻസ് ആൻഡ് റെസ്റ്റ്. പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യുക. ആഴ്ചയിൽ 7 ദിവസവും നല്ല ഇൻറ്റൻസായി വർക്കൗട്ട് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ, സോ ഫോക്കസ് ഓൺ റെസ്റ്റ് ടു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇറ്റ്സ് എ ഷോർട്ട് വീഡിയോ. I dedicate it for the beginners. Thank you, and subscribe my channel, and I'll be doing more consistent informative videos. Thank you.